ഇനി വൈകേണ്ട, ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ. സിസോ, മേക്ക് ലൈഫ് സിമ്പിൾ. ചാലിശ്ശേരി സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയും മാർവൽ ക്ലബ്ബും സംയുക്തമായി സംഘടിപ്പിച്ച CSA രണ്ടാമത് അഖിലേന്ത്യാ ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ ന്യൂ ബസാർ ഇസ ഗോൾഡ് ബേസ് പെരുമ്പാവൂർ ജേതാക്കളായി. 1-2 ഗോളുകൾക്ക് യൂറോ FC പാട്നയെ പരാജയപ്പെടുത്തിയാണ് പെരുമ്പാവൂർ ജേതാക്കളായത്. കഴിഞ്ഞ 27 ദിവസങ്ങളിലായി നടന്ന ഫൈനൽ മത്സരത്തിൽ ആയിരക്കണക്കിന് കായിക പ്രേമികൾ മൈതാനം കൈയടക്കി. ഗാലറി നിറഞ്ഞു കവിഞ്ഞതോടെ മൈതാനത്ത് ഇരുന്നും നിന്നുമാണ് സ്ത്രീകളും കുട്ടികളും കായിക പ്രേമികളും കളി കണ്ടത്. മത്സരത്തിൽ മഞ്ഞുമ്മൽ ബോയ്സിലെ കലാസംവിധായകൻ അജയൻ ചാലിശ്ശേരിയുടെ നേതൃത്വത്തിലുള്ള സിനിമയിലെ 10ഓളം പേർ വിശിഷ്ടാതിഥികളായി. കളിയുടെ 6ാം മിനിറ്റിൽ മൈതാനത്തിന്റെ മധ്യഭാഗത്ത് നിന്ന് ഫ്രീ കിക്കിലൂടെ ലഭിച്ച തകർപ്പൻ ഷോട്ടിലൂടെ പട്ന ആദ്യ ഗോളടിച്ചു. വാശിയേറിയ മത്സരത്തിന്റെ 9ാം മിനിറ്റിൽ പെരുമ്പാവൂർ ഗോൾ തിരിച്ചടിച്ചു. വാദ്യമേളങ്ങളും ആർപ്പുവിളികളുമായി ആയിരങ്ങൾ ഇരുവിഭാഗം ടീമുകൾക്കും മികച്ച പിന്തുണ നൽകിയതോടെ കളി ആവേശമായി. 16ാം മിനിറ്റിൽ പെരുമ്പാവൂർ ഗോളടിച്ച് ലീഡ് ഉയർത്തി. രണ്ടാം പകുതിയിൽ ഇരു ടീമുകളും ഇഞ്ചോടിഞ്ച് മത്സരം കാഴ്ചവെച്ചെങ്കിലും ഗോളുകൾ പിറന്നില്ല. ഫുഡ്ബുക്ക് റെസ്റ്റോറന്റ് പെരുമ്പിലാവ് നൽകുന്ന വിന്നേഴ്സ് ട്രോഫി ന്യൂ ബസാർ ബേസ് പെരുമ്പാവൂരും ഇസ ഗോൾഡൻ ഡയമണ്ട് കൂറ്റനാട് നൽകുന്ന റണ്ണേഴ്സ് ട്രോഫി FC പട്നയും ഏറ്റുവാങ്ങി. ഏറ്റവും നല്ല ടീമിനുള്ള പുരസ്കാരവും ഏറ്റവും നല്ല കളിക്കാരനുള്ള പുരസ്കാരവും യൂറോ FC പട്ന ഏറ്റുവാങ്ങി. SFA സംസ്ഥാന പ്രസിഡന്റ് KM ലെനിൻ, വാഹിദ്, വേണാട് മന നാരായണൻ നമ്പൂതിരിപ്പാട്, മിൻഷാദ്, അഷ്റഫ്, അബ്ദുറഹ്മാൻ, ചെയർമാൻ VV ബാലകൃഷ്ണൻ, കൺവീനർ MA അഹമ്മദുണ്ണി, കോർഡിനേറ്റർമാരായ TA രണദിവെ, TK സുനിൽകുമാർ, KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ എന്നിവർ ടൂർണമെന്റ് വിജയികൾക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ടൂർണമെന്റിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും കായിക രംഗത്തെ വളർച്ചയ്ക്കും വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്.